മോനെ, ഒന്ന് ആഹാരം കഴിക്കും. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാലോ? എന്ത് അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയായിരുന്നു. കലവിറ്റെന്നല്ലാതെ എന്തു പറയാൻ. ഒന്ന് വെള്ളം കഴിക്കും. അമ്മ പോയിക്കോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. രാധയുടെ മരണകാരണം ആത്മഹത്യയാണെന്ന് കോടതി വിധി. ആ കേസ് ഈ വിധി എത്തിച്ച നീയാണ്. നീ ഒരാൾ. എന്നെ സാക്ഷിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആവശ്യമെങ്കിൽ വിളിക്കുമെന്ന് ഞാനും പറഞ്ഞിരുന്നു. സാർ, ആ സമയത്ത് ഞാനവിടെ എന്തിനു പോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒരു കത്തിൽ എന്നെ കാണാൻ അവൾ ആഗ്രഹിച്ചു എന്നാണ്. അതെ. ആ കത്ത് കോടതിയുടെ മുമ്പിൽ വെക്കാൻ പറഞ്ഞാലോ? വയ്ക്കണം. സാറേ, അതിനവൾ എഴുതിയിരിക്കുന്നത് ആത്മഹത്യ എനിക്കിനി രക്ഷയുള്ളൂ എന്നാണ്. ദൃക്സാക്ഷിയായ ഞാൻ അതല്ല കണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? കൊലപാതകവും ആത്മഹത്യയും സംഭവിക്കാവുന്ന അവസ്ഥകളെ കുറിച്ച് ഞാൻ കോടതിയിൽ പറഞ്ഞു, നീ കേട്ടിരുന്നില്ലേ? ആ പോയിന്റ് വെച്ച് ഞാൻ അതിന് ന്യായം കണ്ടെത്തുമായിരുന്നു. അവൾ നിനക്ക് അയച്ച കത്തുകളിലെ പീഡനങ്ങളും ക്രൂരതകളുമായിരുന്നു എനിക്ക് ആവശ്യം. നീ പറഞ്ഞില്ല. വേണ്ട. നിന്റെ സഹായം കൂടാതെ തന്നെ ആ കൊലപാതകത്തിന് ഞാൻ തുമ്പ് കണ്ടെത്തും. ആ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യിക്കും. അർച്ചന എവിടെ? ഇരിക്കൂ. ഞാനൊരു രോഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. എറണാകുളത്ത് ആരെങ്കിലും കാണിച്ചാൽ പോരായിരുന്നോ? എനിക്ക് വേണ്ടത് വിമലിന്റെ ചികിത്സയാണ്. എന്താണ് അസുഖം? ഈ അസുഖത്തിന്റെ പേര് വിമൽകുമാർ എന്നാണ്. നാം വിചാരിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. രാധ മരിച്ചതിനു ശേഷം നിങ്ങൾ വീണ്ടും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അർച്ചന ഉദ്ദേശിക്കുന്നത്? എനിക്ക് വിമലിന് വേണം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചെടുക്കണം. പിന്നെ വിമലെന്ന വീട്ടിലേക്ക് വരുന്നത്? നാളെ. അപ്പോൾ എന്റെ വിവാഹാലോചന അവിടെ എത്തും. അതിനൊരു സമയമുണ്ട്. ആലോചിച്ചോളൂ. വിമലിന് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ഞാൻ തോന്നുന്നു. അച്ഛനെ ഒരു സന്തോഷവാർത്ത അറിയിക്കാനുണ്ട്. എന്റെ ഏത് കാര്യവും എന്നും എന്റെ ഇഷ്ടത്തിനല്ലേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ അർത്ഥം വാട്ട്സ് ദ മാറ്റർ? എന്റെ വിവാഹാലോചനയുമായി അച്ഛൻ ഉടനെ ആളെ അയക്കണം. ഇറ്റ്സ് എ വെരി ഹാപ്പി ന്യൂസ് ഇൻഡീഡ്. എന്റെ മോൾ തെറ്റായ ഒരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. അതെ, എങ്ങോട്ടാണ് ആളെ അയക്കേണ്ടത്? സൗമ്യമ്മയുടെ വീട്ടിലേക്ക്. ഡോക്ടർ വിമൽകുമാറിന് വേണ്ടി. തീർന്നില്ല അച്ഛ. അന്ന് അവരാവശ്യപ്പെട്ട സ്ത്രീധനമെല്ലാം കൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിക്കുകയും വേണം. സ്ത്രീധനത്തിന്റെ പേരിൽ നീ അന്ന് ഈ വിവാഹം തള്ളിപ്പറഞ്ഞു. അന്ന് ഈ അച്ഛൻ അതിൽ അഭിമാനമുണ്ട്. നിന്റെ കൂട്ടുകാരിയാണ് നിന്റെ സ്ഥാനത്ത് ആ പേരിൽ കയറിയത്. അവൾക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയാമല്ലോ.
ഇപ്പോൾ സ്ത്രീധനം നൽകി നീ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഒരിക്കലും ഞാൻ അനുവദിക്കില്ല മോളെ. അച്ഛാ, അച്ഛന്റെ മകൾ വിവാഹിതയായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിവാഹം തന്നെ നടത്തി തരണം. അന്ന് എന്റെ മോനെയും ഈ കുടുംബത്തെ അവമാനിച്ചവളാ അവള്. പെണ്ണല്ലേ, തെറ്റായി പോയിന്ന് തോന്നിയിരിക്കും, അല്ലാതെ എന്ത് പറയാനാ? പ്രേമത്തിന് അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടല്ലോ. ഇപ്പോ നമ്മൾ ചോദിച്ച സ്ത്രീധനം തന്നെ തരാന്ന് പറഞ്ഞു. എന്താ രാമകൃഷ്ണന്റെ അഭിപ്രായം? ഞാനാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്, അവിടെ ചോദിക്കണം. മോനെ, നീ എന്തു പറയുന്നു? എനിക്കിനി ഒരു വിവാഹം വേണ്ടെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്കറിയാം മോനെ, നീ അതേ പറയൂ. അപ്പോ ഈ കല്യാണം നമുക്ക് ഉടനെ നടത്താം. എന്താ? സാർ, എന്താണിത്? എന്റെ വിവാഹ ക്ഷണക്കത്ത്. അവരാവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ്. വിവാഹത്തിന് വരണം. ഇല്ല. എങ്കിൽ എന്നെ അനുഗ്രഹിച്ചയക്കണം. ഇല്ല, നശിക്കാൻ തീരുമാനിച്ചവളെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോ? ഈ കിടപ്പറയിൽ ഒരു ആദ്യരാത്രിയുടെ ആവേശം നമുക്കുണ്ടാവില്ല, അല്ലേ? കുറ്റം ഈ കിടപ്പറയുടേതല്ല, നമ്മുടെ മനസ്സിലുടേതാ. അർച്ചനയ്ക്ക് പണ്ടത്തെ പോലെ ഇനി എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? സ്ത്രീധനത്തിന്റെ പേരിൽ അന്ന് വിമലിനെ ഉപേക്ഷിച്ചവളാണ് ഞാൻ. ആ ഞാൻ തന്നെയാണ് ചോദിച്ചതൊക്കെ തന്നുകൊണ്ട് വിമലിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. വിമലിന് എന്നെ വിശ്വസിക്കുന്നതല്ലേ? നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതേ ഉള്ളൂ, സമയമുണ്ട്. ആ നഴ്സിംഗ് ഹോമിന്റെ പണി ഉടനെ തുടങ്ങും. വിമൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണം. വിമൽ, ഇത്രയും നാൾ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഞാനാ കണ്ണ് തുറപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇതെന്താണ് വിമൽ? വിമൽ എന്നോട് ചോദിച്ചത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. പണ്ടത്തെ പോലെ വിമൽ എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? വിമലിനെ ഞാൻ മനസ്സിലാക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ വിമൽ എന്നെയും മനസ്സിലായിക്കൊള്ളും.